ഐസോമോർഫിസം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് ഈ സബ് ഗ്രാഫ്. അപ്പോൾ സബ് ഗ്രാഫ് എന്ന് വെച്ചാൽ ദേ ആർ ഗ്രാഫ്സ് വിത്തിൻ ഗ്രാഫ്. അപ്പോൾ ഒരു ഗ്രാഫിനുള്ളിൽ ഉള്ള ഒരു ചെറിയൊരു ഗ്രാഫ്. അപ്പോൾ നമ്മൾ സെറ്റിനുള്ളിൽ സബ്സെറ്റ് പറയുന്ന പോലെ തന്നെ സിമിലർ പ്രോപ്പർട്ടിയാണ് നമ്മളുടെ സബ് ഗ്രാഫിലും പറയുന്നത്. സോ എ ഗ്രാഫ് ജി ഈസ് സെറ്റ് ടു ബി എ സബ് ഗ്രാഫ് ഓഫ് എ ഗ്രാഫ് ജി. ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞൊരു ഗ്രാഫ്, അതിൻ്റെ ഒരു സബ് ഗ്രാഫാണ് ഈ സ്മോൾ ജി. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഓൾ വെർട്ടീസസ് ഓഫ് ജി ആർ ഇൻ ജി. അതായത് സബ് ഗ്രാഫിലുള്ള എല്ലാ വെർട്ടീസുകളും നമ്മളുടെ മെയിൻ ഗ്രാഫിലുണ്ട്. അതുപോലെ ഓൾ എഡ്ജസ് ഓഫ് സ്മോൾ ജി ആർ ഇൻ ജി. സബ് ഗ്രാഫിലുള്ള എല്ലാ എഡ്ജസും നമ്മളുടെ വലിയ ഗ്രാഫിലുണ്ടാവും. അതുപോലെ ഈച്ച് എഡ്ജ് ഓഫ് ജി ഹാസ് ദ സെയിം എൻ വെർട്ടീസസ് ഇൻ ജി ആസ് ഇൻ ജി. അപ്പോൾ ഫസ്റ്റ് ഗ്രാഫിൽ, ഒറിജിനൽ ഗ്രാഫിൽ 2 വെർട്ടെക്സുകൾ തമ്മിലൊരു എഡ്ജ് ഉണ്ടെങ്കിൽ ആ 2 വെർട്ടെക്സ് നമ്മൾ സബ് ഗ്രാഫിലുണ്ടെങ്കിൽ അവർ തമ്മിലും എന്തുണ്ടായിരിക്കണം? ആ എഡ്ജ് ഉണ്ടായിരിക്കണം. ഫിഗർ കാണുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഗ്രാഫ് എന്ന് കരുതാം, മെയിൻ ഗ്രാഫ്. ഇത് എൻ്റെ ഒരു സബ് ഗ്രാഫ്. വെർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 1, 2, 3, 4 ഈ 4 വെർട്ടീസാണ് ഇവിടെ ഉള്ളത്. ഈ 4 വെർട്ടീസും എവിടെയുണ്ട്? നമ്മളുടെ ഒറിജിനൽ ഗ്രാഫിലുണ്ട്. സോ 1, 2, 3 ആൻഡ് 4 ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഓൾ വെർട്ടീസ് ഓഫ് ദ സബ് ഗ്രാഫ് ആർ ഇൻ ജി. ഇനി സെക്കൻഡ് പറഞ്ഞ ഓൾ എഡ്ജസ്, നമ്മൾ എ ബി സി ഡി ഇ ഇവിടെയുണ്ട്. എ ബി സി ഡി ഇ. അപ്പോൾ ഇതിലുള്ള എല്ലാ എഡ്ജസും ഇവിടെയുണ്ട്, നമ്മുടെ ഒറിജിനൽ ഗ്രാഫിലും ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി. ഇനി അതുപോലെ തേർഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സബ് ഗ്രാഫിലുള്ള ഓരോ എഡ്ജിനും സെയിം എൻ വെർട്ടീസസ് ആയിരിക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ എഡ്ജിൻ്റെ വെർട്ടീസ് ഇവിടെ എൻ വെർട്ടീസസ് 1ഉം 4ഉം ആണ്. ഇവിടെയും എയുടെ എൻ വെർട്ടീസസ് ഏതൊക്കെയാണ്? 1ഉം 4ഉം. അതുപോലെ ബി എടുക്കുകയാണെങ്കിൽ 1ഉം 2ഉം ആണ്. സോ ബി എന്ന് പറഞ്ഞ എഡ്ജിൻ്റെ എൻ പോയിൻറ്റ്സ് 1ഉം 2ഉം. അപ്പോൾ സിയുടെ കേസിലാണെങ്കിൽ 2ഉം 4ഉം. സി എന്ന് പറഞ്ഞ എഡ്ജ് ഇവിടെയുണ്ട്, 2ഉം 4ഉം. ഡിയുടെ കേസിലാണെങ്കിൽ 2ഉം 3. സോ ഡിയുടെ കേസിൽ 2, 3. ഇയുടെ കേസിലാണെങ്കിൽ 3, 4. ബിയുടെ കേസിൽ 3ഉം 4ഉം. അപ്പം ഈ സബ് ഗ്രാഫിലുള്ള ഏതെല്ലാം എഡ്ജസ് ഉണ്ടോ ആ എഡ്ജസിന് ഇവിടെയുള്ള അതേ എൻ പോയിൻറ്റ്സ് തന്നെയായിരിക്കും നമ്മളുടെ ഒറിജിനൽ ഗ്രാഫിലും ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ സബ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒറിജിനൽ ഗ്രാഫിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് നമ്മൾ സബ് ഗ്രാഫ് എന്ന് പറയുന്നത്. സോ എ സബ് ഗ്രാഫ് ഈസ് സിമിലർ ടു സബ്സെറ്റ് ഇൻ സെറ്റ് തിയറി. ഞാൻ ഫസ്റ്റേ പറഞ്ഞു, നമ്മൾ സെറ്റിന് സബ്സെറ്റ് ഫോം ചെയ്യുന്നത് പോലെ തന്നെ സിംഗിൾ എലമെൻ്റ് ഉണ്ടെങ്കിലും 2 എലമെൻറ്റ്സ് വരാം, 3 എലമെൻറ്റ്സ് വരാം, അതങ്ങനെ പോയി എൻ്റയർ എലമെൻറ്റ്സ് വന്നാലും ദാറ്റ് ഈസ് ഓൾസോ എ സബ്സെറ്റ് അല്ലേ? നമ്മൾ സെറ്റ് പഠിച്ചിട്ടുള്ളതല്ല മാത്സിൻ്റെ കേസിൽ. അതേപോലെ തന്നെ സബ് ഗ്രാഫ് എന്ന് പറഞ്ഞ കൺസെപ്റ്റും അതേപോലെ തന്നെ എൻ്റയർ ഗ്രാഫിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു സബ് ഗ്രാഫായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളുടെ എൻ്റയർ സെറ്റ് ഓഫ് വെർട്ടീസസ് ആൻഡ് എഡ്ജസിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സബ്സെറ്റ് ഓഫ് വെർട്ടീസസ് ആൻഡ് എഡ്ജസ് ഫ്രം എ ലാർജർ ഗ്രാഫ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയും 1 മുതൽ 1, 2, 3, 4, 5, 6 വരെ വെർട്ടീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സബ്സെറ്റാണ് എന്ത്? ഈ 1, 2, 3, 4 എന്ന് പറഞ്ഞ 4 വെർട്ടീസുകൾ. ഇപ്പോൾ നമ്മൾ എഡ്ജസ് നോക്കിക്കഴിഞ്ഞാൽ എ മുതൽ നമുക്ക് ഐ ജെ വരെയൊക്കെ കാണാം അല്ലേ? ഇത്രയും എഡ്ജസ് ഉള്ളതിൻ്റെ ഒരു സബ്സെറ്റാണ് എന്ത്? എ ബി സി ഡി ഇ വരെയുള്ളത്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സബ്സെറ്റ് ഓഫ് വെർട്ടീസസ് ആൻഡ് എഡ്ജസ് ഫ്രം ദ ലാർജർ ഗ്രാഫ്. അപ്പോൾ നമ്മുടെ സെറ്റിന് എഴുതുന്ന അതേ നൊട്ടേഷൻ തന്നെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ദിസ് ഈസ് സബ് ഗ്രാഫ് ആൻഡ് ദിസ് ഈസ് ദ മെയിൻ ഗ്രാഫ്. സോ ജി ഈസ് എ സബ് ഗ്രാഫ് ഓഫ് ക്യാപിറ്റൽ ജി. അപ്പോൾ ഒറിജിനൽ ഗ്രാഫിൻ്റെ ഒരു സബ് ഗ്രാഫാണ് സ്മോൾ ജി എന്നുള്ളതാണ് നൊട്ടേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. എവറി ഗ്രാഫ് ഈസ് ഇറ്റ്സ് ഓൺ സബ് ഗ്രാഫ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സെറ്റിന് സബ്സെറ്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും? ആദ്യം അതിൽ സിംഗിൾ എലമെൻറ്റ് സെറ്റ്സ് എടുക്കും, പിന്നെ 2 എലമെൻറ്റ് സെറ്റ്സ് എടുക്കും, 3 എലമെൻറ്റ് സെറ്റ്സ് എടുക്കും, 1 എലമെൻറ്റ് ഇല്ലാത്ത സെറ്റ് എടുക്കും, എം ടി സെറ്റ് എടുക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് എന്തായിരിക്കും? എല്ലാ എലമെൻറ്റ്സും ഉള്ള സെറ്റും എടുക്കും. ദാറ്റ് ഈസ് ഓൾസോ എ സബ്സെറ്റ്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റയർ ഗ്രാഫ് എന്ന് പറഞ്ഞാലും അത് എന്ത് തന്നെയായിരിക്കും? അതിൻ്റെ ഒരു സബ് ഗ്രാഫായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സബ്സെറ്റിന് അനലോഗസ് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അതിൽ കുറച്ച് വെർട്ടീസുകളും കുറച്ച് എഡ്ജസും ആണെങ്കിലും സബ് ഗ്രാഫാണ്. എൻ്റയർ വെർട്ടീസും എൻ്റയർ എഡ്ജും ഉണ്ടെങ്കിലും ദാറ്റ് ക്യാൻ ബി ഓൾസോ കൺസിഡർഡ് ആസ് എ സബ് ഗ്രാഫ് ഓഫ് ഇറ്റ് സെൽഫ്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സബ് ഗ്രാഫ് ഓഫ് എ സബ് ഗ്രാഫ് ഓഫ് ജി. ഇപ്പോൾ ജി എന്ന് പറഞ്ഞ ഒരു ഗ്രാഫ്, അതിൻ്റെ സബ് ഗ്രാഫാണ് G1. അതാണ് പറയുന്നത് സബ് ഗ്രാഫ് ഓഫ് ജി എന്ന് പറഞ്ഞാൽ G1. ഇനി അതിൻ്റെ ഒരു സബ് ഗ്രാഫ്, എ സബ് ഗ്രാഫ് ഓഫ് ദിസ്. അപ്പോൾ G1ൻ്റെ സബ് ഗ്രാഫാണെന്ത്? G2 ഈസ് ഓൾസോ എ സബ് ഗ്രാഫ് ഓഫ് ജി. മനസ്സിലായല്ലോ? ജിയുടെ സബ് ഗ്രാഫാണ് G1, G1ൽ നിന്ന് കണ്ടുപിടിച്ച സബ് ഗ്രാഫാണ് G2. അപ്പോൾ G2 നമുക്ക് എന്തിന് സബ് ഗ്രാഫാണെന്ന് പറയാം? ജിയുടെ സബ് ഗ്രാഫാണെന്ന് പറയാൻ പറ്റും. ഇനി അതുപോലെ നമ്മുടെ ഗ്രാഫിൽ ഒരു സിംഗിൾ വെർട്ടെക്സ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താലും ദാറ്റ് ഈസ് ഓൾസോ എ സബ് ഗ്രാഫ്. ഇതിൻ്റെ അകത്ത് നമ്മൾ 4 എന്ന് പറഞ്ഞ വെർട്ടെക്സ് മാത്രം എടുത്താൽ ദാറ്റ് ഈസ് ഓൾസോ എ സബ് ഗ്രാഫ്. അതുപോലെ ഈ 1, 4 തമ്മിലുള്ള ഈ ഒരു എഡ്ജ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താലും എ സിംഗിൾ എഡ്ജ് ഇൻ ജി വിത്ത് ഇറ്റ്സ് എൻ പോയിന്റ് ഈസ് ഓൾസോ എ സബ് ഗ്രാഫ്. അപ്പോൾ സിംഗിൾ വെർട്ടെക്സ് ആണെങ്കിലും സിംഗിൾ എഡ്ജ് ആണെങ്കിലും ഒക്കെ സബ് ഗ്രാഫ്സ് ആണ്. ഇനി സബ് ഗ്രാഫിൻ്റെ 2 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്, നെക്സ്റ്റ് വേർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ്.
അപ്പോൾ അതിനിടയിലെ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ രണ്ട് സബ് ഗ്രാഫുകൾ G1 ഉം G2 നമുക്ക് എഡ്ജ് ഡിസ്ജോയിൻ്റ് ആണെന്ന് പറയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ, ഡിസ്ജോയിൻ്റ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും കോമൺ ആയിട്ടൊന്നും വരാൻ പാടില്ല. അപ്പം ദേ ഷെയർ നോ എഡ്ജസ്. അപ്പോൾ എഡ്ജ് ഡിസ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എഡ്ജസ് ഒന്നും രണ്ട് ഗ്രാഫുകളും ആ സബ് ഗ്രാഫുകളും ഷെയർ ചെയ്യാൻ പാടില്ല. പക്ഷേ അവർക്ക് വെർട്ടീസ് ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രണ്ട് സബ് ഗ്രാഫുകൾ എഡ്ജ് ഡിസ്ജോയിൻ്റ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് എഡ്ജസ് ഒന്നും കോമൺ ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ദേ ക്യാൻ ഷെയർ വെർട്ടീസസ്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് സബ് ഗ്രാഫ് വിത്ത് ഓവർലാപ്പിംഗ് നോട്ട്സ് ബട്ട് നോ കോമൺ എഡ്ജസ്. അപ്പം നോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദേ മേ ഷെയർ വെർട്ടീസസ്. എഡ്ജ് ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് എഡ്ജ് ഷെയർ ചെയ്യാൻ പറ്റില്ല, വെർട്ടെക്സ് ഷെയർ ചെയ്യാം. അതാണ് അതിൻ്റെ പ്രോപ്പർട്ടി. എക്സാമ്പിൾ കാണുമ്പോൾ ക്ലിയർ ആവും. ഇവിടെ നമുക്കൊരു ഒറിജിനൽ ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറേ വെർട്ടീസുകളും എഡ്ജസും ഒക്കെ കാണാം. 4 വെർട്ടെക്സ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. BWRG. കുറേ എഡ്ജസും കാണാം. എഡ്ജസിനെല്ലാം നമ്മൾ നമ്പേഴ്സ് ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് ആണ് ലെഫ്റ്റിൽ കാണുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കേസിൽ B2W1 എന്ന് പറഞ്ഞ എഡ്ജാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയേ ബിയും ഡബ്ല്യു ഉണ്ട്, പക്ഷേ എഡ്ജ് എന്താണ്? ദാറ്റ് ഈസ് 4. അപ്പോൾ സെയിം വെർട്ടേസുകളാണ് രണ്ട് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫിലും വന്നേക്കുന്നത്. രണ്ടിലും BRWG എന്ന് പറഞ്ഞ വെർട്ടേസ്, ഇവിടെയും BRWG വെർട്ടേസുകൾ സെയിം തന്നെ. അപ്പോൾ വെർട്ടേസുകൾ ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എഡ്ജസ് ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ബിയും ഡബ്ല്യൂയും തമ്മിലുള്ള ഈ 1 എന്ന് പറഞ്ഞ എഡ്ജാണ് നമ്മൾ കൺസിഡർ ചെയ്തെങ്കിൽ ഇതിൽ വന്നപ്പം ബിയും ഡബ്ല്യൂയും തമ്മിലുള്ള 4 എന്ന് പറഞ്ഞ എഡ്ജ്, അതായത് ഈ ഒരു കേർവ്ഡ് എഡ്ജാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ ആ എഡ്ജസ് ഡിസ്ജോയിൻ്റ് ആണ്, കോമൺ അല്ല. ഇനി അതേപോലെ നെക്സ്റ്റ് ബിയും ആറും തമ്മിൽ നോക്കുക. അപ്പോൾ ബിയും ആറും തമ്മിലുള്ള എഡ്ജ് ഇവിടെ നമ്മൾ 4 എന്ന് പറഞ്ഞ എഡ്ജാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദിസ് വൺ, ഈ കേർവ്ഡ് എഡ്ജ്. ഇനി ഇവിടെ വന്നപ്പോൾ എന്തായി? ബിയും ആറും തമ്മിൽ ഈ 3 എന്ന് പറഞ്ഞ എഡ്ജാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അവിടെയും എഡ്ജസ് കോമൺ അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡ്ജസ് ആണ്. ഇനി നെക്സ്റ്റ് വെർട്ടീസസ് ആറും ജി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആറിനും ജിക്ക് ഇടയ്ക്ക് നമ്മൾ 2 ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ആറിനും ജിക്ക് ഇടയ്ക്ക് ഈ 2 എന്ന് പറഞ്ഞ എഡ്ജ്. അതേപോലെ ഇവിടെ എന്തെടുത്തു? ആറിനും ജിക്കും ഇടയ്ക്ക് ഈ 1 മാർക്ക് ചെയ്തിട്ടുള്ള എഡ്ജാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ എഡ്ജസ് കോമൺ അല്ല. ലാസ്റ്റ് കേസ് ഡബ്ല്യൂയും ജിയും നോക്കിയാലും ഇവിടെ എഡ്ജ് 3 എടുത്തു, ഇവിടെ എഡ്ജ് 2 എടുത്തു. അപ്പോൾ ഒരു കേസിൽ ഈ എഡ്ജും ഒരു കേസിൽ ഈ എഡ്ജും. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ രണ്ട് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അവിടെ വെർട്ടെക്സുകൾ നമുക്ക് ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ 4 വെർട്ടെക്സുകൾ രണ്ടിലും ഷെയർഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ എഡ്ജസ് ഒന്നും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓരോ വെർട്ടീസുകളും തമ്മിൽ രണ്ട് ഗ്രാഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡ്ജസ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വെർട്ടെക്സ് തമ്മിൽ ഒന്നിൽ കൂടുതൽ എഡ്ജ് ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ എത്ര എളുപ്പത്തിൽ ഈ ഒരു സബ് ഗ്രാഫ്സ് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഇവിടെ ഓരോ പെയർ ഓഫ് വെർട്ടീസ് എടുത്താലും അവർ തമ്മിൽ ഒന്നിൽ കൂടുതൽ എഡ്ജസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ എളുപ്പമായിട്ട് ഇങ്ങനെ രണ്ട് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് വരയ്ക്കാൻ പറ്റിയത്. സോ നെക്സ്റ്റ് ഈസ് വെർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്. അപ്പോൾ നമ്മൾ എഡ്ജ് ഡിസ്ജോയിൻറ്റിൽ പറഞ്ഞത് എഡ്ജസ് ഷെയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ വെർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് ആകുമ്പോൾ എന്താവും? വെർട്ടെക്സ് ഷെയർ ചെയ്യാൻ പാടില്ല. സോ സബ് ഗ്രാഫ്സ് ആ വെർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് ഇഫ് ദേ ഷെയർ നോ വെർട്ടീസസ്. വെർട്ടീസ് ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മീനിങ് എന്താ? ഇഫ് ദേ ഡോണ്ട് ഷെയർ വെർട്ടീസസ് ദേ കനോട്ട് ഷെയർ എഡ്ജസ് എയ്തർ. അപ്പോൾ ഒരു ഗ്രാഫിലെ രണ്ട് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് കമ്പോണൻസ് ആയിട്ടായിരിക്കും ഇവിടെ വെർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ABCD ഇവിടെ കണ്ടോ, അതൊരു സബ് ഗ്രാഫ്. അതുപോലെ EFG എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വേറൊരു സബ് ഗ്രാഫ്. അപ്പോൾ വെർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വെർട്ടെക്സുകൾ ഷെയർ ചെയ്യാൻ പാടില്ല. വെർട്ടെക്സ് ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റില്ല? എഡ്ജസും ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് രണ്ട് വെർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫും വരച്ചേക്കുന്നതിൽ ഡിഫറെൻറ്റ് വെർട്ടീസസുമാണ്, ഡിഫറെൻറ്റ് എഡ്ജസുമാണ്. അപ്പോൾ അതിനകത്തൊന്നും നമ്മളവിടെ ഷെയർഡായിട്ട് വരുന്നില്ല. നമ്മൾ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് പറയുന്ന പോലെ രണ്ട് സെപ്പറേറ്റ് കമ്പോണൻസ് ആയിരിക്കും ഇവിടെ വെർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സിൽ ഉണ്ടാവുക.